ഹായ് ഫ്രണ്ട്സ്, ഫ്ലവർ മേക്കിംഗ് ടിപ്സിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് റോസ് ഫ്ലവേഴ്സ് ഞാൻ സെറ്റ് ചെയ്ത് അതൊരു ബൗളിനകത്തേക്ക് സെറ്റ് ചെയ്ത വിധമാണ്. ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ഈ ഫ്ലവേഴ്സ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന പല കളേഴ്സിലുള്ള ക്രേപ്പ് പേപ്പറിലാണ്. അതിന് ഞാൻ ലീഫ് എടുത്തിട്ടുണ്ട്, സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. കമ്പികൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്റ്റിക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വലിപ്പം അനുസരിച്ച്. പിന്നെ ഗ്രീൻ ടേപ്പ്, സിസറ്, ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒയാസിസ്, ഈ ഒയാസിസ് നമ്മുടെ ഗ്രീൻ കളറിലുള്ളതല്ലാണ്, വൈറ്റ് കളറിലുള്ളത്. ഇത് നമ്മൾ ബൗളിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ച് അത് ഫിറ്റ് ചെയ്യുകയാണ്. അത് ഒരിക്കലും പോകത്തില്ല ഈ ഒയാസിസ്. ഇപ്പം ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇതേപോലെ ഒരു ബൗൾ എടുത്ത് അതിൽ കറുത്ത പെയിൻ്റ് അടിച്ചു. അതിനുശേഷം ഒയാസിസ് എടുത്തു. ഗ്ലൂ ഗൺ ഇതിനകത്ത് ഞാൻ ഫില്ല് ചെയ്യുകയാണ്. ഇതിനകത്ത് ഒഴിച്ച് ഇതേപോലെ നമ്മൾ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യും. ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യുക. അല്ല, അതിൻ്റെ കോർണറിലും ഒക്കെ ഒരു സ്വല്പം ഈ ഒയാസിസ് നമ്മൾ ഈ ബൗളിനകത്ത് സെറ്റ് ചെയ്തെടുത്തു. ഇത് പോകത്തില്ല, ഇത് പോകത്തില്ല. അതിനുശേഷം ക്രേപ്പ് പേപ്പർ എടുക്കുക. ക്രേപ്പ് പേപ്പർ ഒരുവിധം ആ പൂവിൻ്റെ ഒരുവിധം വലുപ്പത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇത്ര നീളമുള്ളത് കാരണം ഒരുവിധം വലിയ ഫ്ലവറാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ ഈ ചെറിയ കമ്പിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഒരെണ്ണം ഒരു പീസ് കട്ട് ചെയ്ത് ഇവിടെ വെച്ചു. അതിനുശേഷം ഇതിലൊരു ചെറിയ ഫിനിഷ് പേപ്പറിൽ ചെയ്ത ഒരു ഫ്ലവർ ഞാൻ നേരത്തെ ഇതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വലിയ ടൈപ്പാണിത്. ഇതേപോലെ മടക്കിക്കൊണ്ട് വരിക. ഇങ്ങനെ ഒരു കോർണർ നമുക്ക് കിട്ടും. അവിടെ നിന്ന് ഇങ്ങനെ മടക്കി മടക്കി പോയാൽ മതി. വീണ്ടും ഇവിടെ വന്നു. ഇത് ജസ്റ്റ് ഞാൻ ഫ്ലവറൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ച്. ഇതിങ്ങനെ ചുറ്റി കെട്ടി. എന്നിട്ട് തന്നെ ഗ്രീൻ ടേപ്പ് ചുറ്റുക. ഇതേപോലുള്ള ഒരു ലീഫിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് തല ഫിറ്റ് ചെയ്യുക. ഇതേപോലെ ഒരു 3-4 ഫ്ലവറ് സെറ്റ് ചെയ്തെടുക്കുക. അതൊരു കമ്പിയിൽ നമുക്കിന്ന് സെറ്റ് ചെയ്യാം. വീണ്ടും ഈ സ്റ്റിക്ക് എല്ലാം ഇട്ട് വീണ്ടും സെറ്റ് ചെയ്യുക.
ഒരു സ്റ്റിക്ക് കൂടെ എടുത്തു. ഇതേപോലെ പല കളറിൽ പല വലുപ്പത്തിൽ ഞാൻ സെറ്റ് ചെയ്ത ഫ്ലവറാണിത്. ഇനി നമുക്ക് ഈ ബൗളിലോട്ട് സെറ്റ് ചെയ്യാം. ഇതിനെയും വലുത് ഇതിൻ്റെ ഈ ഒയാസിസ് ഒത്തിരി നല്ലതാണ്. ഇത് പോകത്തില്ല, ഇത് പൊടിഞ്ഞു പോവും. ബാക്ക് വശത്ത് കൊടുക്കാം. സ്വല്പം നീളക്കൂടുതലുണ്ട്. ഇത് നമുക്ക് നീളം അത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഊരിയിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ വലുപ്പം അനുസരിച്ച് അടിവശം സ്വല്പം ഈ സ്റ്റിക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിപ്പം നമ്മൾ സെറ്റ് ചെയ്ത ഫ്ലവറാണ്. അതിൻ്റെ ലൈറ്റ് കളർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതേപോലെ തന്നെ സെറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഒയാസിസ് ഒത്തിരി നല്ല ഒയാസിസ് ആണ്. ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പൂ വിടർത്തി വരും. ഇതേപോലെ നമ്മളെ ഫ്ലവർ സെറ്റ് ചെയ്തു. ഇത് ലാസ്റ്റിലില്ല, ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. ഇനിയുണ്ട് നമുക്ക് ഈ സൈഡിൽ കൊടുക്കാം. ഇത്തിരി വിടർത്തി വെച്ചാൽ മതി. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇച്ചിരൂടെ കോണം ആക്കണം. നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നോക്കണം വലിപ്പം. ഇതിൻ്റെ ബൗൾ ഞാൻ ചുമ്മാ എടുത്ത ഒരു ബൗളാണ്. ഇവിടെ കിടന്ന വേസ്റ്റായിട്ടുള്ള പെയിൻറ്റിൻ്റെ ഒരു ടിന്നാണ്. അത് ഞാൻ ബ്ലാക്ക് കളർ അടിച്ചതാണ്, പെയിൻറ്റ് അടിച്ചതാണ്. ഈ ഫ്ലവർ നിൽക്കുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ഒരു ഇതറിയത്തില്ല. അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നല്ല ചട്ടിക്കകത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ചുമ്മാ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തെടുത്തതാണ്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.